എൻ്റെ പേര് ദിവ്യ. എൻ്റെ വീട് മംഗലയ്ക്കലാണ്. എനിക്ക് 27 വയസ്സുണ്ട്. ഒരു കുഞ്ഞുണ്ട്, ഒരു മോനുണ്ട്. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്നര വർഷമാകുന്നു. എനിക്ക് ഡെലിവറിക്ക് ശേഷം എൻ്റെ മൈൻഡൊക്കെ ഒരുമാതിരി ബ്ലാങ്ക് ആയത് കണക്കായിരുന്നു. എനിക്ക് എല്ലാത്തിനും ദേഷ്യവും വിഷമവും സങ്കടവും, ഒരു കാര്യം ഒരു ജോലി എനിക്ക് ചെയ്യാൻ ഒരു മനസ്സില്ലായിരുന്നു. എപ്പോഴും മടി പിടിച്ച് എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നൊരു ചിന്ത. പിന്നെ ദേഷ്യം. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പോൾ ഹസ്ബൻഡ് വിളിക്കുമ്പോഴും എല്ലാം എനിക്ക് നല്ല ദേഷ്യമായിരുന്നു. നല്ല ദേഷ്യമായിരുന്നു. കുഞ്ഞിൻ്റെ അടുത്തും എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കിങ്ങനെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഒരു കൗൺസിലിൻ്റെ അടുത്തൊക്കെ പോയി കൗൺസിലിംഗ് കഴിഞ്ഞു. അപ്പോൾ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കൗൺസിലിങ്ങിന് പോയുള്ളൂ. അപ്പം അതിന് ശേഷം അവർ എന്നെ പറഞ്ഞ് യോഗ, മെഡിറ്റേഷൻ അതൊക്കെ നല്ലതാണ് എന്ന് പറഞ്ഞ്. അപ്പം വിശുദ്ധ ഈശ്വരയുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ. എന്നാലും ഞാൻ ഇതുവരെ യോഗയ്ക്ക് കയറിയിട്ടില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഞാൻ പിന്നീട് അതിന് ശേഷം ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ യോഗ ക്ലാസ്സിന് ചേരണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഞാൻ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഞാൻ 4-5 മാസം കണ്ടിന്യൂസ് ആയിട്ട് ചേർന്നായിരുന്നു. അപ്പോഴും എനിക്ക് നല്ല മാറ്റമുണ്ട്. എൻ്റെ ദേഷ്യം അതൊക്കെ എനിക്കിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മനസ്സിൽ ഹാപ്പി ഉണ്ട്. അങ്ങനെ ദേഷ്യം അങ്ങനെയൊന്നും, എല്ലാ ജോലിയും എനിക്കിപ്പോൾ നല്ല വൃത്തിയായി ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ള മടിയെല്ലാം മാറി നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ബാക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറിയായിരുന്നു. യോഗ കൊണ്ട് എനിക്ക് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ദേഷ്യം അതായിരുന്നു മെയിനായിട്ടുള്ള സംഭവം. കുഞ്ഞിൻ്റെ ദേഷ്യപ്പെടലും, ഹസ്ബൻഡിൻ്റെ അടുത്തും വീട്ടുകാരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ദേഷ്യപ്പെടില്ല. അപ്പം എനിക്കിപ്പോൾ അതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതൊക്കെ ഈ യോഗ കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എന്തിനു വന്നാലും വിഷമം അതെല്ലാം എനിക്കിപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് യോഗ നല്ലതാണ്.